നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസം 21 മുതൽക്ക് 27 വരെ, അതായത് ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്ന് ആണ് ഇംഗ്ലീഷിൽ പറയുക. പുണതത്തിൻ കാല് അഥവാ അവസാനത്തെ ഒരു പാദവും ആയില്യവും, പുണതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഗ്രഹസ്ഥിതി അനുസരിച്ച് 6-ലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും, അതുപോലെ 12-ൽ വ്യാഴവും വരുന്നു. ജോലി സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കാം. കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, എങ്കിലും ഉള്ളതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശത്രുഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറയും. അതുപോലെ ചില കേസ് വഴക്കുകൾ, അത് ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പരിസമാപ്തി ഉണ്ടാകാനും അഥവാ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങാനും ഉള്ള കാലമാണ്. കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും അതുകൊണ്ട് റെക്കഗ്നീഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. ധനസംബന്ധമായിട്ട് ചിലവ് വളരെ കൂടുതലാകുന്ന കാലമാണ്. മെഡിസിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചിലവുകളൊക്കെ അവർക്ക് കൂടും. യാത്ര സംബന്ധമായിട്ടും ചിലവൊക്കെ കൂടുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ട് തലവേദന ഉണ്ടാവുക, കണ്ണിന് വ്യായാമം കൂടുതൽ വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്ന് പെടുക ഒക്കെ ഉണ്ടാകും. അതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനും കുറച്ച് തകരാറുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വീടുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ഏറെ സമ്മർദ്ദങ്ങൾ വരാവുന്നതാണ്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് നിർദ്ദേശിക്കാനുള്ളത് സുബ്രഹ്മണ്യനെ ഭജിക്കുക, സുബ്രഹ്മണ്യ സ്തോത്രം പാരായണം ചെയ്യുക, അതുപോലെ നാരങ്ങാമാല നടത്തുക മുതലായിട്ടുള്ള കർമ്മങ്ങൾ അവരനുഷ്ഠിച്ച് വരികയാണെങ്കിൽ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങളിൽ നിന്ന് ഒട്ടൊക്കെ മോചനം അവർക്ക് ഉണ്ടാകുന്നതാണ്.